കശ്മീരിലെ 129 വർഷം പഴക്കമുള്ള ഒരു ബേക്കറിയിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തെ കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യയിലും അതോടൊപ്പം തന്നെ വിദേശത്തും ഹിറ്റായ ഈ മധുര പലഹാരം തയ്യാറാക്കുന്നത് വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ്. കശ്മീരിലെത്തിയാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വാൾനട്ട് ഫഡ്ജ് കിട്ടും. പക്ഷേ വാൾനട്ട് ഫഡ്ജിന് പ്രശസ്തമായ ഒരു കട ശ്രീനഗറിലുണ്ട്. ശ്രീനഗറിലെ ഹസ്രത് ബലിന് സമീപത്തുള്ള മൂൺലൈറ്റ് ബേക്കറി. 1896 ഈ ബേക്കറി സ്ഥാപിതമായിരിക്കുന്നത്. ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായ ഈ ബേക്കറിയിലാണ് വാൾനട്ട് ഫഡ്ജ് എന്ന സ്വീറ്റ് ലോകപ്രശസ്തമാക്കുന്നത്. 4ാം തലമുറയാണ് ഇപ്പോൾ ഇവിടെ വാൾനട്ട് ഫഡ്ജ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കടയിലേക്ക് നോക്കാം. ഇതാണ് നസീർ അഹമ്മദ്. ശ്രീനഗറിലെ ഹസ്രത് ബാൽ പള്ളിക്ക് സമീപത്തുള്ള മൂൺലൈറ്റ് ബേക്കറിയുടെ എല്ലാം കശ്മീരിൻ്റെ മധുരനിധി എന്നറിയപ്പെടുന്ന വാൾനട്ട് ഫഡ്ജിൻ്റെ രുചിയറിയാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് മൂൺലൈറ്റിലെത്തുന്നത്. ആയിരത്തി 1896 ഗുലാം മുഹമ്മദാണ് വാൾനട്ട് ഫഡ്ജ് ആദ്യം തയ്യാറാക്കുന്നത്. ഗുലാം മുഹമ്മദിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പിന്നീട് ചെറുമക്കൾക്കും മാത്രമാണ് വായിലലിഞ്ഞിറങ്ങുന്ന വാൾനട്ട് ഫഡ്ജിൻ്റെ രുചിക്കൂട്ടറിയുന്നത്. 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് വാൾനട്ട് ഫഡ്ജ് തയ്യാറാക്കുന്നത്. The mixture of walnut, honey, dates and saffron. No added sugar, sir. വാൾനട്ട് ഫഡ്ജിൻ്റെ രുചിക്കൂട്ടുണ്ടാക്കുന്ന സ്ഥലത്ത് ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊഴികെ മറ്റാർക്കും പ്രവേശനമില്ല. കശ്മീരിൽ പല കടകളിലും വാൾനട്ട് ഫഡ്ജ് കിട്ടുമെങ്കിലും മൂൺലൈറ്റിലെ വാൾനട്ട് ഫഡ്ജിൻ്റെ രുചി വേറെ ലെവലാണ്. കൊതിയൂർന്ന ഈ മധുര പലഹാരം തയ്യാറാക്കുന്നതിന് എടുക്കുന്ന സമയം കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. It's a daily routine, 16 hours per preparation. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണുള്ളത്. അത് തങ്ങളുടെ കച്ചവടത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ടോ എന്നാണ് നസീർ അഹമ്മദ് പറയുന്നത്. 90% reduce the tourist. 90% reduce the tourist. All of Kashmiri has suffered to business. ഇതിനിടയിലും ശ്രീനഗറിലെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ വാൾനട്ട് ഫഡ്ജിന്റെ രുചി തേടി മൂൺലൈറ്റ് ബേക്കറിയിൽ എത്തുന്നുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടെന്ന് ഇവിടെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ലൊരു സാധനം, ഒരു വെറൈറ്റി നമുക്ക് നാട്ടിൽ കിട്ടില്ല. ഇവിടെ പറഞ്ഞു കേട്ടത് കാശ്മീരിൽ തന്നെ ഇവിടെ മാത്രം, ഈ ഷോപ്പിൽ മാത്രം, മൂൺലൈറ്റ് ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ വാൾനട്ട് ഫഡ്ജ് കഴിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഹരീഷിനെയാണ് ഓർത്തത്. ഹരീഷായിരുന്നു ഈ സ്റ്റോറി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ വിശേഷിപ്പിക്കുക, ഈ രുചിയെ വിശേഷിപ്പിക്കുക എന്നായിരുന്നു ആലോചിച്ചിരുന്നത്. ഒരുപക്ഷെ ഹരീഷ് പറയുക കിടു, സൂപ്പർ, പൊളിച്ചു, അടിപൊളി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വാൾനട്ട് ഫഡ്ജ് അതുക്കും എത്രയോ മേലെയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കൽ നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളിതിൻ്റെ അഡിക്റ്റ് ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീനഗറിലെ മൂൺലൈറ്റ് ബേക്കറിയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.